നമ്മുടെ പ്രായം കൂടുന്തോറും സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് മുട്ടുവേദന. നമുക്ക് എങ്ങനെ മുട്ടുവേദന കുറയ്ക്കാൻ വേണ്ടി ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് നമുക്ക് ഉൾപ്പെടുത്താം, ഇങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചാണ്. കൃത്യമായിട്ട് കുറച്ച് നേരം വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഡെയിലി ഡോസ് എന്നുള്ള രീതിയിൽ നമുക്ക് വിറ്റാമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് 2000 IU എന്നുള്ള ഡോസേജിൽ വിറ്റാമിൻ ഡി ഉൾപ്പെടുത്തുന്നതും എല്ലുകളുടെ ബലം നിലനിർത്തി എല്ലുകളുടെ ആരോഗ്യത്തെയും തേയ്മാനം ഒഴിവാക്കാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഹലോ, ഞാൻ ഡോക്ടർ അഷ്നസ് വെൽനസ് ക്ലിനിക്, കൂത്തുപറമ്പ, പിലാത്തറ. നമ്മുടെ പ്രായം കൂടുന്തോറും സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് മുട്ടുവേദന. രാത്രിയിൽ കിടക്കയിൽ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് മുട്ടുവേദന ഉണ്ടാകുക. പിന്നെ കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് നടക്കുമ്പോഴും സ്റ്റെപ്പൊക്കെ കയറുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകുക. പിന്നെ സമാധാനത്തോടെ ഒരു പണിയും എടുക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു ഭൂരിഭാഗം സ്ത്രീകളുടെയും പരാതിയാണ്. യൂഷ്വലി ഈ ഒരു മുട്ടുവേദന കണ്ടുവരാറുള്ളത് പ്രായം കൂടുന്തോറുമാണ്. പക്ഷേ ഇപ്പം ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പേർക്കൊക്കെ മുട്ടുവേദന ഇപ്പോൾ കണ്ടുവരാറുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പിന്നെ നമ്മളെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കൃത്യമായിട്ട് നമുക്ക് വ്യായാമമൊക്കെ ഇല്ലാതിരിക്കുക, ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ചിലർക്ക് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം സിവിയർ ആകുമ്പോൾ സർജറിയിലോട്ടേക്ക് മാറേണ്ടി വരും. ചിലർ പലതരം ട്രീറ്റ്മെൻറ്റ്സ് ഇങ്ങനെ മാറി എടുക്കും, ചിലർ പലതരം മെഡിസിൻസ് മാറി എടുക്കും. എങ്കിലും ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു വേദന ഇവർക്ക് ഒരിക്കലും മാറി വരാറില്ല. പിന്നെ ചിലവരാണെങ്കിൽ ഈ എക്സസൈസ് നമ്മൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റാറില്ല. ചിലർക്ക് പ്രായം കൊണ്ടായിരിക്കും, ചിലർക്ക് അമിത ഭാരം ഉള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കും ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് വേദന കുറയ്ക്കാനും സാധിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ മുട്ടുവേദന കുറയ്ക്കാൻ വേണ്ടി ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് നമുക്ക് ഉൾപ്പെടുത്താം, ഇങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം താങ്ങുന്ന 2 ജോയിൻറ്റുകളുണ്ട്. ഒന്ന് ഹിപ്പ് ജോയിൻ്റ് എന്ന് പറയും, രണ്ടാമത്തത് ഈ നീ ജോയിൻ്റ് അല്ലെങ്കിൽ മുട്ടെന്ന് പറയും. അപ്പോൾ ഈ 2 ജോയിൻറ്റുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് തേയ്മാനം കണ്ടുവരാറുള്ളത്. അതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു തേയ്മാനമുള്ള ജോയിൻ്റാണ് മുട്ട്. ഈ മുട്ടെന്ന് പറയുന്നത് എന്താ, 3 എല്ലുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഈ നീ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീ ജോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു നോർമൽ സന്ധി, ആ ഒരു ജോയിൻറ്റിൻ്റെ ഈ ലൂബ്രിക്കേഷൻ നിലനിർത്തുന്ന കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള കുറച്ച് ഒരു ഫാക്ടേഴ്സ് നമ്മൾ അവിടെ ഉണ്ട്. അതായത് സൈനോവിയൽ ഫ്ലൂയിഡ്, കാർട്ടിലേജ്, ബർസ, ലിഗമെൻറ്റ്, ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ജോയിൻറ്റിന് ചുറ്റുമുണ്ട്. ഇവർ കൃത്യമായിട്ട് ഈസി ആയിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വലിയ പ്രയാസമില്ലാണ്ട് ആ ഒരു ജോയിൻറ്റിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഈ ജോയിൻറ്റിലിടയിൽ കാണുന്ന ഈ കാർട്ടിലേജിന് ഗ്രാജുവലായിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുക, അല്ലെങ്കിൽ വല്ല വിള്ളൽ ഉണ്ടാകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ട് ഈ ഒരു കാർട്ടിലേജ് നശിക്കാൻ തുടങ്ങും. അപ്പോൾ നശിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്താവുന്നത്, മുട്ടുവേദന പതുക്കനെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ മുട്ടുവേദന പതുക്കനെ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ കാർട്ടിലേജ് നശിക്കുമ്പോഴാണ് നമുക്ക് മുട്ടിൽ വേദന കംപ്ലീറ്റ് ആയിട്ട് വരിക, വളരെ സിവിയർ ആയിട്ട് വേദനയുണ്ടാകുക. അപ്പോഴാണ് നമുക്ക് നീർക്കെട്ടുണ്ടാകുക, മുട്ടിന് ചുറ്റും വളരെയധികം പെയിൻഫുള്ളും ഒരു ചൂട് കൂടുതലായിട്ട് ഉണ്ടാകുക. പിന്നെ നടക്കുമ്പോഴൊക്കെ ടക് ടക് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാകുന്നത് കാരണം ആ ഒരു ക്രെപ്പിറ്റ്, അതായത് ഈ ഒരു കാർട്ടിലേജ് നശിക്കുമ്പോൾ എല്ലുകൾ തമ്മിൽ കംപ്ലീറ്റ് ഒരയാൻ തുടങ്ങും. ആ ഒരു സൗണ്ടാണ് ടക് ടക് എന്ന് പറയുന്നത്, ക്രെപ്പിറ്റസ് എന്ന് പറയും. ആ സൗണ്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ഗ്രാജുവലി വേദന പതുക്കനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് നടക്കാൻ പറ്റാത്ത പോലത്തെ ഒരു സ്റ്റേജിലോട്ടേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുക? മുട്ടുവേദന വരുമ്പോഴേ നമുക്ക് മുട്ടിന് ചുറ്റും വേദന ഉണ്ടാവും, മുട്ടിന് പുറകിലായിട്ട് നമുക്ക് വേദന ഉണ്ടാവും, ഒരു നീർക്കെട്ട് കയറാൻ തുടങ്ങും. പിന്നെ നമുക്ക് മുട്ട് മടക്കാനൊക്കെ മുട്ട് നിവർത്താനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒരു മുട്ടുവേദന കാരണം ഇപ്പുറത്തെ കാലിന് കൂടുതൽ പ്രഷർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത മുട്ടിനും നമുക്ക് വേദന ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് മുട്ടുവേദന വന്നു കഴിഞ്ഞാലുള്ള പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുട്ടുവേദന വരാനുള്ള ചില കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം ഒരു കാരണമാണ്. അമിതമായിട്ട് നമുക്ക് ശരീരഭാരം ഉണ്ടാകുമ്പോഴേ നമ്മളെ മുട്ടിന് ഇത് താങ്ങി നിൽക്കാൻ പറ്റില്ല.
ഈ ഒരു ഭാരത്തിന് താങ്ങി നിൽക്കാൻ പറ്റില്ല. അന്നേരം സ്വാഭാവികമായിട്ടും ആ ഒരു കാർട്ടിലേജ് ഗ്രാജുവലായിട്ട് ഡാമേജ് ആകുകയും അത് ഡാമേജ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുട്ടുവേദന കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യും. പിന്നെ പ്രായം കൂടുന്തോറും നമ്മൾ ആ കാർട്ടിലേജ് പതുക്കനെ ഡാമേജ് ആയിട്ട് വരും. ഡാമേജ് ആകുന്നതിനനുസരിച്ച് നമുക്ക് മുട്ടിൽ നല്ലപോലെ തേയ്മാനം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ ഷുഗർ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ്, പഞ്ചസാര. കാരണം ഈ പഞ്ചസാര നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പഞ്ചസാര നമ്മുടെ എല്ലുകളിലുള്ള കാൽഷ്യവും ഫോസ്ഫറസും വലിച്ചെടുത്തിട്ടാണ് ഈ പഞ്ചസാരയുടെ ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര കൂടുതലായിട്ട് ഉൾപ്പെടുത്തുമ്പോഴേ, അതിപ്പോൾ സ്വീറ്റ്സ് ആയാലും നമ്മൾ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കൊക്കോല, 7up ഇതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ എല്ലുകളിൽ തേയ്മാനവും എല്ലുരുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഗ്രാജുവലായിട്ട് നമുക്ക് മുട്ടുവേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാരണം നമ്മൾ ഭക്ഷണത്തിൻ്റെ അകത്ത് ന്യൂട്രീഷൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് വരും. കാരണം ഒരു എല്ല് എന്ന് പറയുമ്പോൾ അത്രത്തോളം നമുക്ക് ആ ഒരു എല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ന്യൂട്രീഷൻ അത്യാവശ്യമാണ്. പല രീതിയിലുള്ള ന്യൂട്രീഷൻ വേണം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് എല്ലുകളിൽ പെട്ടെന്ന് പ്രശ്നങ്ങളും തേയ്മാനവും കാർട്ടിലേജ് പെട്ടെന്ന് ഡാമേജ് ആകുകയും നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങും. അപ്പം ഈ ഒരു ന്യൂട്രീഷൻ്റെ കുറവ് കാരണം നമുക്ക് ഈ ഒരു തേയ്മാനം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തേയ്മാനം വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തേയ്മാനം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, അത് ഭക്ഷണത്തിൻ്റെ രീതിയിലും സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിലും ഏതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കാം. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് ഗ്ലൂക്കോസമൈൻ. അതായത് ഈ ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രീഷനാണ്. ഈ ഗ്ലൂക്കോസമൈൻ നമുക്ക് പല ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ ചോളത്തിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ നമ്മളുടെ തോടോട് കൂടിയുള്ള ഷെൽ ഫിഷിൽ നന്നായിട്ട് ഗ്ലൂക്കോസമൈൻ അടങ്ങിയിട്ടുണ്ട്. മധുരക്കിഴങ്ങിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നോൺ വെജിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തിലൂടെ നമുക്ക് ഈ ഒരു ഗ്ലൂക്കോസമൈൻ ലഭിക്കുമ്പോൾ നമ്മുടെ എല്ലുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന സൈനോവിയൽ ഫ്ലൂയിഡ്, അതായത് ഈ ലൂബ്രിക്കേഷൻ, എല്ലുകൾ തമ്മിലുള്ള ലൂബ്രിക്കേഷൻ നിലനിർത്തുന്ന സൈനോവിയൽ ഫ്ലൂയിഡ് നിലനിർത്തുന്നത് ഈ ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്ന ഒരു ന്യൂട്രീഷൻ നമുക്ക് ലഭിക്കുമ്പോഴാണ്. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ നമുക്ക് റെഗുലറായിട്ട് ഉൾപ്പെടുത്തുന്നത് ഈ ഒരു ന്യൂട്രീഷൻ ലഭിക്കുകയും ചെയ്യും. ആ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് അവിടെ നിലനിർത്തി കൊണ്ടുപോകാനും തേയ്മാനം കുറയ്ക്കാനും നമുക്ക് പറ്റും. പക്ഷേ ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടാതിരിക്കുമ്പോഴേ ഗ്രാജുവലി ആ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് കംപ്ലീറ്റ് ആയിട്ട് മുട്ടിൽ നിന്ന് നഷ്ടമാകുമ്പോഴാണ് തേയ്മാനം ഉണ്ടാവുന്നതും വേദന നമുക്ക് ഉണ്ടാവുന്നതും. അപ്പോൾ ഭക്ഷണത്തിലൂടെ അല്ലാതെ നമുക്ക് സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിലും ഗ്ലൂക്കോസമൈൻ നമുക്ക് ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്താം. അതായത് ഒരു 1500 mg എന്നുള്ളൊരു ഡോസേജിൽ ഡെയിലി നമുക്ക് ഗ്ലൂക്കോസമൈൻ ഉൾപ്പെടുത്തുന്നതും ആ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് നിലനിർത്തി വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. മറ്റൊന്നാണ് മഗ്നീഷ്യം സിട്രേറ്റ്. അതായത് എല്ലുകളുടെ ബലം നിലനിർത്തുന്നത് മഗ്നീഷ്യം സിട്രേറ്റ് ആണ്. അപ്പോൾ ഈ മഗ്നീഷ്യം നമുക്ക് ഭക്ഷണത്തിലൂടെ ആണെങ്കിൽ നട്ട്സിലൂടെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ് ഇതുപോലുള്ള സീഡ്സിലൂടെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇലക്കറികളിലൂടെ നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. മത്തി, മീനിലൂടെയൊക്കെ നന്നായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്തുമ്പോൾ മഗ്നീഷ്യം നന്നായിട്ട് ലഭിക്കുകയും എല്ലുകളുടെ ബലം നിലനിർത്തുകയും നമുക്ക് മുട്ടിലുണ്ടാവുന്ന തേയ്മാനം നമുക്ക് ഒഴിവാക്കാനും പറ്റും. അതല്ലാതെ തന്നെ നമുക്ക് മഗ്നീഷ്യം സിട്രേറ്റിൻ്റെ 300 mg ഡോസേജിൽ നമുക്ക് സപ്ലിമെൻ്റ് ഡെയിലി ബേസിസിൽ എടുക്കുന്നതും നമുക്ക് എല്ലിൻ്റെ ബലം നിലനിർത്തി മുട്ടിൻ്റെ തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. മറ്റൊന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ എല്ലിൻ്റെ ബലം എന്ന് പറയുമ്പോൾ നമ്മൾ കാൽഷ്യമാണ് എപ്പോഴും പറയാറ്. പക്ഷേ അല്ല, കാൽഷ്യം അല്ലാതെ തന്നെ നമുക്ക് പല ന്യൂട്രീഷനും എല്ലിന് ആവശ്യമാണ്. ഒന്ന് മഗ്നീഷ്യമാണ്, മറ്റൊന്ന് സിങ്ക്, സെലീനിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, വിറ്റാമിൻ സി ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ സിങ്ക് ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് പംകിൻ സീഡിലൂടെ നമുക്ക് സിങ്ക് നമുക്ക് ഡെയിലി ബേസിസിൽ കിട്ടും. അതായത് ഒരു ടേബിൾ സ്പൂൺ പംകിൻ സീഡ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ലതാണ്, ഡെയിലി കഴിക്കുന്നത്. മറ്റൊന്ന് സെലീനിയം എന്ന് പറയുമ്പോൾ നമുക്ക് സൺഫ്ലവർ സീഡിൽ അവൈലബിൾ ആണ്, ബ്രസീൽ നട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡെയിലി ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡ് ഡെയിലി കഴിക്കാം. 2-3 പിന്നെ ബ്രസീൽ നട്ടും നമുക്ക് ഡെയിലി കഴിക്കുന്നതും സെലീനിയം നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ പൊട്ടാഷ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആപ്പിളിൽ നന്നായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇത് നമ്മുടെ ഇലക്കറികളിൽ നന്നായിട്ട് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ നേന്ത്രപ്പഴം അതിൽ നന്നായിട്ട് ഈ ഒരു പൊട്ടാഷ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി ഓറഞ്ച് അതിലൊക്കെ നന്നായിട്ട് പൊട്ടാഷ്യം അടങ്ങിയത് കൊണ്ട് തന്നെ ദിവസവും നമ്മൾ ഈ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പൊട്ടാഷ്യം നമുക്ക് നമ്മളുടെ എല്ലുകൾക്ക് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും പറ്റും. പിന്നെ വിറ്റാമിൻ സി എന്ന് പറയുമ്പോഴേ നമുക്ക്
ഓറഞ്ച്, മുസമ്പി, പിന്നെ അതുപോലെ പേരക്ക, പപ്പായ, ക്യാബേജ്, ബ്രക്കോളി, പിന്നെ തക്കാളി, ഇതിലൊക്കെ നന്നായിട്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മഗ്നീഷ്യത്തിനെ നമ്മുടെ എല്ലുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ദിവസവും ഈ പറയുന്നതൊക്കെ നന്നായിട്ട് സാലഡ് എന്നുള്ള രീതിയിലും അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കുക. മറ്റൊന്ന് നമുക്ക് വിറ്റാമിൻ ഡി ആണ്. പ്രധാനമായിട്ടും എല്ലിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നത് വിറ്റാമിൻ ഡി ആണ്. നമ്മൾ ദിവസവും ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റോളം വെയിൽ കൊള്ളുന്നത് വിറ്റാമിൻ ഡി ലഭിക്കാനും എല്ലുകളുടെ ബലം നിലനിർത്താനും വേണ്ടി നല്ലതാണ്. അപ്പോൾ നമുക്ക് വിറ്റാമിൻ ഡി അഥവാ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഇത്തരം വേദനകളൊക്കെ വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, വിറ്റാമിൻ ഡി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് 30-ൽ താഴോട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കുറച്ച് നേരം വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഡെയിലി ഡോസ് എന്നുള്ള രീതിയിൽ നമുക്ക് വിറ്റാമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് 2000 IU എന്നുള്ള ഡോസേജിൽ വിറ്റാമിൻ ഡി ഉൾപ്പെടുത്തുന്നതും എല്ലുകളുടെ ബലം നിലനിർത്തി എല്ലുകളുടെ ആരോഗ്യത്തെയും തേയ്മാനം ഒഴിവാക്കാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഒന്ന് ഒമേഗ 3 ആണ്. ഒമേഗ 3 ഏറ്റവും നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് നട്ട്സിലുണ്ട്, വാൾനട്ടിലുണ്ട്, അതുപോലെ ഒലിവ് ഓയിലുണ്ട്, അതുപോലെ മീനുകളിൽ മത്തി, അയല, ഇതിലൊക്കെ ഒമേഗ 3 നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ ഡെയിലി ഉൾപ്പെടുത്തുക. സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ ഒമേഗ 3യുടെ ടാബ്ലറ്റ് നമുക്ക് എടുക്കാം. ഡെയിലി ഒരു 1000 mg വെച്ച് ഡോസേജിൽ നമുക്ക് ഒമേഗ 3 എടുക്കാം. കാരണം ഇതിൽ EPA, DHA എന്ന് പറയുന്ന 2 ന്യൂട്രീഷൻ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ എല്ലിലുണ്ടാവുന്ന നീർക്കെട്ട് അതായത് ഈ തേയ്മാനം കൊണ്ടുണ്ടാവുന്ന നീർക്കെട്ട് കുറയാൻ വേണ്ടി നല്ലതാണ്. അതുകൊണ്ട് ഡെയിലി ഒരു ഒമേഗ 3യുടെ സപ്ലിമെൻറ്റും ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വേദനയും നീർക്കെട്ടും നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനും പറ്റും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചില ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു ഷുഗർ ഈ ഒരു തേയ്മാനം ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒരു ഭക്ഷണമാണ്. അപ്പോൾ പഞ്ചസാര അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. പിന്നെ ഈ റിഫൈൻഡ് ആയിട്ടുള്ള പാം ഓയിൽ അങ്ങനത്തെ ഓയിലുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഫ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ ഈ പാലും ഗോതമ്പും ഇത് എല്ലുകളിൽ നീർക്കെട്ട് ഇതുപോലെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നീർക്കെട്ട് കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്. പാല്, ഗോതമ്പ് നമ്മൾ ഒഴിവാക്കുന്നതും നീർക്കെട്ട് കുറച്ച് തേയ്മാനത്തിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ്. ഇത്രയും ഭക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് തേയ്മാനം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലത്തെ ഭക്ഷണങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ ദിവസവും ഉൾപ്പെടുത്തുവാണെങ്കിൽ ഇത്തരം ന്യൂട്രീഷൻ ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കാർട്ടിലേജിൽ ഉണ്ടാവുന്ന ഡാമേജും സൈനോവിയൽ ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന ഡാമേജും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് റിക്കവർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഗുലറായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ദിവസവും ഒരു അരമണിക്കൂറോളം മുട്ടുവേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നതും മുട്ടുവേദന നന്നായിട്ട് കുറയ്ക്കാനും മുട്ടിലുണ്ടാവുന്ന നീർക്കെട്ട് വേദനയും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ മുട്ടുവേദനയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.